ദില്ലി സേക്രഡ് ഹാർട്ട് പള്ളിയിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് പോലീസ് അനുമതി നിഷേധിച്ചു. അനുമതി ലഭിക്കാത്തതിൽ പ്രശ്നമില്ല എന്നും പള്ളിമുറ്റത്ത് തന്നെ ചടങ്ങ് നടത്തുമെന്നും ഇടവക വികാരി ഫ്രാൻസിസ് സ്വാമിനാഥൻ പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. Due to some security reasons, so we don't know what it is, and we are okay with that. We have no problem. We are going to have inside the campus only. We don't know. It's their own reasons. They said we cannot grant you permission this year. Fine. Otherwise, we're getting all the time. Every year we get. So, this is for security reason. Nothing like that. No political. I don't think any political. So, you guys are obeying the police? Yeah. Sure. We have to get permission to have this. ജോയ്സ് ഡാനിയൽ വിവരങ്ങളുമായി. ജോയ്സ്, ഇപ്പോൾ ഒരു പ്രശ്നത്തിന് തയ്യാറില്ല എന്നതുകൊണ്ടാണ് ഇടവക വികാരിയുടെ പ്രതികരണം ഈ രൂപത്തിലെന്ന് വേണം കരുതാൻ. അനുമതി നിഷേധിച്ചതിന്റെ കാരണം അറിയില്ല. പക്ഷേ ഇപ്പോൾ അകത്ത് തന്നെ പ്രദക്ഷിണം നടത്താൻ പറഞ്ഞതിനോട് ഞങ്ങൾ അത് അംഗീകരിക്കുന്നു എന്ന തീരുമാനമാണ് അദ്ദേഹം അറിയിക്കുന്നത്, അല്ലേ? സ്മൃതി, അങ്ങനെ തന്നെയാണ്. ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു പ്രതിഷേധത്തിലേക്കോ ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചർച്ചയിലേക്കും പോകാൻ സഭയ്ക്കോ ഇല്ലെങ്കിൽ മറ്റുള്ളവർക്കോ താല്പര്യമില്ല. അതുകൊണ്ടാണ് ദില്ലി പോലീസ് എന്ത് പറയുന്നു അത് ഞങ്ങൾ അനുസരിക്കുന്നു, ദില്ലി പോലീസ് ഞങ്ങളോടൊക്കെ നന്നായി തന്നെയാണ് പെരുമാറുന്നത് എന്ന് പറയുന്നു. പക്ഷേ അതേസമയം എന്ത് കാരണം കൊണ്ടാണ്, സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ അത് എന്താണെന്ന് വിശദീകരിക്കാൻ ദില്ലി പോലീസ് തയ്യാറാകാത്തതാണ് ഇവർക്ക് സഭാ വിശ്വാസികൾക്കുള്ളൊരു പ്രശ്നം. പക്ഷേ വികാരി തന്നെ നേരിട്ട് പറയുന്നത് ഇക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഈ ഒരു അനുമതി നിഷേധിച്ചതിന്റെ പേരിൽ ഞങ്ങൾ എന്തെങ്കിലും തരത്തിൽ പ്രതിഷേധമായി പോകുന്നില്ല, പകരം ഇതിൽ കൃത്യമായി ഈ പള്ളിക്കകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രദക്ഷിണം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇവിടെ കുറച്ച് ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതായത് ഇന്നത്തെ ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് റോഡിലൂടെ വരുന്ന സമയത്ത് ഈ വാഹനങ്ങൾ അലങ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്ന ഫ്ലെക്സ് ബോർഡുകളാണിത്. പക്ഷേ ഇതൊക്കെ തന്നെ ഇപ്പോൾ സൈഡിലേക്ക് മാറ്റിവെച്ചിരിക്കുന്ന നിലപാടിലാണ്. പ്രത്യേകിച്ചും ഇതൊക്കെ ഒരുക്കിക്കൊണ്ടുവന്ന ആളുകൾ ഉണ്ടാവും, അവർക്കൊക്കെ തന്നെ ഇതൊരു വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം ഇത് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണ്. സ്വാഭാവികമായും അതിന് 2 വർഷങ്ങൾക്ക് മുൻപ് എന്തോ ഒരു സാങ്കേതിക കാരണം കൊണ്ട് അനുമതി നൽകിയിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ വർഷവും ഇത് നടത്തി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തവണ ഇതിന് അനുമതി നൽകാതിരിക്കുന്നത്? ഇതിൽ പല കാരണങ്ങൾ പറയുന്നുണ്ട്. സുരക്ഷാ കാരണങ്ങളാണ് പ്രധാനമായും പറയുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് തഹാവൂർ റാണ അടക്കമുള്ളവർ ദില്ലിയിലുണ്ട്. അത്തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളാണോ? ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹിന്ദു വിഭാഗത്തിന്റെ ചില ഇത്തരത്തിലുള്ള പ്രദക്ഷിണങ്ങൾ നടത്താനുള്ള അനുമതിയും ദില്ലി പോലീസ് നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും കാരണമാണോ എന്നതുകൂടി വ്യക്തതയില്ല. ഏതായാലും നിലവിൽ ഈ കുരുത്തോല പ്രദക്ഷിണം നടത്താൻ അനുമതിയില്ല. കാരണം 10 കിലോമീറ്ററോളം ദൂരെയാണ് ഇത് ആരംഭിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഇവിടേക്ക് എത്തുമ്പോൾ ഒരു 10 കിലോമീറ്ററോളം നടന്നെത്തുന്ന താമസമുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രദക്ഷിണമല്ല നടത്തുന്നത്. പക്ഷേ എന്തോ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ അനുമതി നൽകുന്നില്ല എന്ന് മാത്രമാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടവികാരി ഫ്രാൻസിസ് സ്വാമിനാഥനും പറഞ്ഞിരിക്കുന്നത് 15 വർഷത്തോളമായി നടത്തുന്ന ഒരു ചടങ്ങ് തന്നെയാണിത്. അതിനൊപ്പം തന്നെ ചില സുരക്ഷാ കാരണങ്ങൾക്കാണ് അനുമതി നിഷേധിക്കുന്നതെന്ന് മാത്രമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഒരു വർഷം ഒഴികെ എല്ലാ വർഷവും ഇതുമായി ബന്ധപ്പെട്ട അനുമതികൾ നൽകിയിട്ടുണ്ടായിരുന്നു. അനുമതി ലഭിക്കാത്തതിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനാണ് ഇപ്പോൾ സഭാ നേതൃത്വത്തിന്റെ തീരുമാനമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ക്രിസ്തീയ വിഭാഗത്തിന് ഇതേ സംബന്ധിച്ച് ചില ആശങ്കകളുണ്ട്. അവർ അത് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിലേക്ക് സഭാ നേതൃത്വം പോകുന്നില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന ഫ്ലെക്സുകളൊക്കെ തന്നെ കൊണ്ടുവന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ പറയുന്നത് എന്ത് റീസൺ കൊണ്ടാണ് എന്താണ് ഇതിന് കാരണമായി പറയുന്നത് എന്ന് അറിയില്ല എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസികളുടെ പ്രതികരണം തേടാം. അദ്ദേഹം ഒരു തമിഴ്നാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ള ആളാണ്. ഇങ്ങ എന്നാ இல்லை தெரில என்ன இதுன்னு அது கேன்சல்னு பர்மிஷன் நம்மளுக்கு நைட் தான் தெரியும் ஒரு பர்மிஷன் கிடைக்கலன்னு. என்ன ப்ராப்ளம் இது இல்லை. ஆக்சுவலாக இது ஒரு 10-15 இயர்ஸாக நடந்துட்டு வருது. ஓல்ட் டெல்லியிலேருந்து இங்கே வரைக்கும் ஒரு வாக்கிங் டிஸ்டன்ஸ் தான். பிஷப் எடுத்துகிட்டு வருவார் கிராஸ் எல்லாம். ஆனால் இந்த வருஷம் கொஞ்சம் கிராண்டாக தான் இருந்துச்சு. ஏதோ ஒரு நல்லா ஒரு ஃபேஷன் ஆஃப் த கிரைஸ்ட் எல்லாம் பண்ணுற மாதிரி அப்படியே பசங்கள்லாம் யூத் குரூப் எல்லாம் ரொம்ப ஆர்வத்தோடு நல்லா இருந்தாங்க. ஆனால் அதெல்லாம் இதாகிடுச்சு ஸ்டாப்பு. இப்போ ஈவினிங் தான் இப்போ 2 o'clock இங்கே ஸ்டார்ட் ஆகும். சர்ச் காம்பவுண்ட்லேயே எல்லாமே ப்ரோக்ராம். அவுட் சைடு எங்கேயுமே இல்லை இந்த ப்ரோக்ராம் எல்லாம். இருக்காங்க இல்லை நம்ம பசங்க நம்ம எல்லாம் யூத் குரூப் எல்லாம் இது பண்ணிட்டு இருக்காங்க. டெக்கரேஷன் எல்லாம் கேன்சல் ஆகிடுச்சு. ஏன்னா நைட்டை நம்மளுக்கு மெசேஜ் ஒரு கெச்ச பிறகு இது பண்ணாங்க. இந்த மாதிரி ஒரு 10:30க்கு நம்மளுக்கு பர்மிஷன் கிடைக்கல அப்படி.
അപ്പോൾ സ്മൃതി, ഇത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഫ്ലെക്സുകളൊക്കെ തയ്യാറാക്കി ഇവിടെ എത്തി ഇതൊരു വലിയ നല്ല രീതിയിൽ ഈ ചടങ്ങ് നടത്താൻ വേണ്ടി എത്തിയ വിശ്വാസികളാണ്. പക്ഷേ അവർക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. പക്ഷേ ഈ ഒരു അറിയിപ്പ് കിട്ടുന്നത് വളരെ വൈകിയതുകൊണ്ട് അവർ അവരുടെ പ്രവർത്തനങ്ങൾ വെച്ചു ഫ്ലെക്സ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടാണ് ഇവിടേക്ക് എത്തിയത്. ഇവിടെ എത്തിയപ്പോഴാണ് ദില്ലി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അനുമതി നൽകിയില്ല എന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വിശ്വാസ സമൂഹത്തിന് വലിയ ആശങ്കയുണ്ടെങ്കിലും സഭ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാൻ തയ്യാറല്ല. ഒരു പ്രശ്നവുമില്ല, ദില്ലി പോലീസ് അനുമതി നൽകിയില്ല, ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമില്ല, പകരം ഞങ്ങൾ ഈ പള്ളിക്കുള്ളിലെ ഈ ഒരു കോമ്പൗണ്ടിൽ, പ്രത്യേകിച്ചും ഈ ഒരു സർക്കിളിൽ ഇതുമായി ബന്ധപ്പെട്ട് കുരുത്തോല പ്രദർശനം നടത്താമെന്നാണ് ഇക്കാര്യത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, 1000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു കുരുത്തോല പ്രദർശനമായിരുന്നു ഈ റോഡിലൂടെ കടന്നു വരേണ്ടിയിരുന്നത്. അതാണ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് ഈ ഇടവകയുടെ ഈ അകത്ത് കാണുന്ന ഈ സർക്കിളിൽ മാത്രമാക്കി ചുരുക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഇടവക എത്തിയിരിക്കുന്നത്. ദില്ലി സേക്രഡ് ഹാർട്ട് പള്ളിയിലെ കുരുത്തോല പ്രദക്ഷിണമാണ് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നത്. സുരക്ഷാ കാരണങ്ങൾ എന്ന് മാത്രമാണ് അറിയിച്ചതെന്നാണ് ഇപ്പോൾ പള്ളിയിൽ നിന്നുള്ള പ്രതികരണമായി വന്നിരിക്കുന്നത്.